പാലക്കാട്ട് കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണമായാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. ഇന്നലെയാണ് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് കരോൾ സംഘത്തെ ആക്രമിച്ചത്. സംഭവത്തിൽ RSS പ്രവർത്തകനായ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതുന്നത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം. അതേസമയം ചിലർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് BJP നേതൃത്വം പറയുന്നു. പ്രജിത്ത്, ഇതിപ്പോൾ കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണം, അതിന് കൃത്യമായി പ്രതിയെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തായിരുന്നു പ്രകോപനം എന്ന കാര്യത്തിൽ? നമുക്കറിയാൻ കഴിയുന്ന പ്രകോപനം എന്നത് ഞായറാഴ്ച വൈകുന്നേരം രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഒരു 15 പേരടങ്ങുന്ന ഒരു 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കരോൾ സംഘവുമായി പുതുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ അപ്പോൾ ഈ അറസ്റ്റിലായ പ്രതി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രതി മറ്റേ അശ്വിൻ രാജൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പല കളവ് കേസുകളിലും കഞ്ചാവ് കേസിലും കാപ്പ കേസിലും പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഈ കുട്ടികളോട് ചോദ്യം ചെയ്യുന്നു. ഈ ബാൻഡും ഈ കരോൾ സംഘം ഈ വഴിക്ക് വരാൻ പാടില്ല എന്നും കുട്ടികളെ മർദ്ദിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനാണ് ഈ പോലീസ് അത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഭയങ്കരമായി പേടിക്കുകയും കുട്ടികളെ രക്ഷിതാക്കളോട് പറയുകയും, പിന്നെ അത് മാത്രമല്ല ബാൻഡ് സംഘം പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് വാദ്യ സംഘത്തിലെ ബാൻഡുകളായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ കുറച്ച് പ്രകോപിതനായി ആ ബാൻഡിനെ ഈ പ്രതി തല്ലി പൊളിക്കുകയും കുട്ടികളെ മെറ്റുകയാണ് ചെയ്തിരുന്നത്. അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് BJP പറയുന്നത് അയാൾ BJPയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഇത് CPM പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതി റിമാൻഡിലാണ്. ശരി, പ്രജിത് കോങ്ങലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.